അഭിഷേകങ്ങൾ നടത്തുന്നതിൻ്റെ പ്രാധാന്യവും ഗുണങ്ങളും. ക്ഷേത്ര പൂജകർമ്മങ്ങളിലെ പ്രധാന അനുഷ്ഠാനമാണ് അഭിഷേകം. പീഠപൂജയും ആരതിയും പോലെ ഇതിനും പ്രാധാന്യമുണ്ട്. ഹിന്ദുമതത്തിൽ പൂജാകർമ്മങ്ങളിൽ പല ആചാരങ്ങളുമുണ്ട്. ഇവയിൽ പലതും പുരാതന കാലം മുതൽ അനുഷ്ഠിച്ചു വരുന്നവയാണ്. മന്ത്രാരാധന, ധൂപാരാധന, ദീപാരാധന, പുഷ്പാർച്ചന, മംഗളാരതി എന്നിവ ഇതിൽ ചിലതാണ്. ഇതിൽ ഉൾപ്പെട്ടതാണ് അഭിഷേകം. അഭിഷേകം എന്നാൽ മന്ത്രോച്ചാരണങ്ങളോടെ ശുദ്ധജലമോ പാലോ നെയ്യോ പോലുള്ള ദ്രവ്യങ്ങളോ ഉപയോഗിച്ച് വിഗ്രഹത്തെ സ്നാനം ചെയ്യിപ്പിക്കുന്നതാണ്. സാധാരണയായി അഭിഷേകങ്ങൾ ക്ഷേത്രങ്ങളിലാണ് നടത്തപ്പെടുന്നത്. വീടുകളിൽ ദേവാരമൂർത്തികളും വിഗ്രഹാരാധനകളോ നടത്തുന്നവരും അഭിഷേകം നടത്താറുണ്ട്. ക്ഷേത്രങ്ങളിൽ പുരോഹിതന്മാരാണ് അഭിഷേകങ്ങൾ നടത്തുന്നത്. ഇത് പ്രത്യേക കർമ്മങ്ങളോട് കൂടിയാകും ചെയ്യുക. അതിനാൽ ഭക്തർ ഇത് വഴിപാടായി പൂജാരിമാരെ കൊണ്ട് നടത്തുന്നു. ചിലർ അഭിഷേക ദ്രവ്യങ്ങൾ ശേഖരിച്ച് സമർപ്പിക്കുന്നു. സാധാരണ അഭിഷേകത്തിനായി വെള്ളം, ചന്ദനം, രക്തചന്ദനം, പാൽ, തേൻ, കരിക്ക്, നെയ്യ്, നല്ലെണ്ണ, ഭസ്മം, സിന്ദൂരം, മഞ്ഞൾ എന്നിങ്ങനെ പല ദ്രവ്യങ്ങളും ഉപയോഗിക്കുന്നു. ഈ ദ്രവ്യങ്ങൾക്കെല്ലാം പ്രത്യേക പ്രാധാന്യവും ഗുണവുമുണ്ട്. പാലഭിഷേകത്തിൻ്റെ ഗുണമെന്തെന്നാൽ അത് പാപഫലങ്ങളിൽ നിന്ന് മുക്തി നൽകുന്നു. തേനഭിഷേകം ജീവിതത്തിൻ്റെ വേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തി നൽകുന്നു. നെയ്യഭിഷേകം നടത്തുകയും അഭിഷേകശിഷ്ടം സേവിക്കുകയും ചെയ്താൽ രോഗങ്ങൾക്ക് ആശ്വാസകരമായിരിക്കും. പഞ്ചാമൃതത്താൽ അഭിഷേകം നടത്തിയാൽ അത് ഭക്തരുടെ ആഗ്രഹങ്ങൾ സഫലമാകും. എള്ളെണ്ണ അഭിഷേകം നടത്തിയ ജ്ഞാനവും അറിവും വർദ്ധിക്കുന്നു. ചന്ദനാഭിഷേകം ഭാഗ്യവും നല്ല ആരോഗ്യവും നൽകുന്നു. മഞ്ഞൾ അഭിഷേകം ക്ഷേമവും സമാധാനവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുന്നു. കരിക്കഭിഷേകം മുഴുവൻ കുടുംബത്തിനും ആത്യന്തികമായ ക്ഷേമം പ്രദാനം ചെയ്യുന്നു. വിഭൂതി അല്ലെങ്കിൽ ഭസ്മാഭിഷേകം തൊഴിൽ സംബന്ധമായ ഗുണങ്ങൾ ലഭിക്കാൻ സഹായിക്കുന്നു. നാരങ്ങ അഭിഷേകം മരണഭയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. രക്തചന്ദനം സിന്ദൂരം എന്നീ അഭിഷേകങ്ങൾ ശത്രുദുരിതത്തിൽ നിന്ന് മോചനവും സംരക്ഷണവും നൽകുന്നു. അഭിഷേകത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ഏതൊരു പൂജാകർമ്മത്തിൻ്റെയും പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലെ പൂജയിലെ പ്രധാന ഭാഗമാണ് അഭിഷേകം. പീഠപൂജ, മന്ത്രോച്ചാരണം, മംഗളരതി തുടങ്ങിയവ പോലെ ഇതും പ്രാധാന്യമാണ്. അഭിഷേകം എന്നാൽ ദേവതകളോടുള്ള നമ്മുടെ പ്രാർത്ഥനയും പൂജയുമാണ്. ഈശ്വരൻ്റെ കൃപയും അനുഗ്രഹവും പ്രദാനം ചെയ്യുക ദേവതകൾക്ക് അഭിഷേകം നടത്താവുന്നതാണ്. ആചാരപരമായി വിധിപ്രകാരം അഭിഷേകം നടത്തിയ എല്ലാ ഫലങ്ങളും പ്രധാനമാകും. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുന്ന വഴിപാടാണ് അഭിഷേകം. ശുദ്ധമായ ഹൃദയത്തോടെ ഭക്തിയോടെ അഭിഷേകം നടത്തുകയാണെങ്കിൽ ഭാഗ്യം കടാക്ഷിക്കും. അഭിഷേകത്തിന് ഉപയോഗിച്ച ജലമോ പാലോ സേവിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമായി ഒരു ആചാരമായി കണക്കാക്കപ്പെടുന്നു. മിക്ക ക്ഷേത്രങ്ങളിലും പൂജയ്ക്കും ആരാധനയ്ക്കും ശേഷം നൽകുന്ന തീർത്ഥം അഭിഷേക ദ്രവ്യങ്ങളായിരിക്കും. അഭിഷേകം നടത്തുന്നത് ഭാഗ്യവും സമൃദ്ധിയും നൽകുകയും ആത്മീയവും ഭൗതികവുമായ വഴികളിൽ ഭക്തരെ ഉയർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ അറിയാവുന്നതോ അറിയാത്തതോ ആയ എല്ലാ ആപത്തിൽ നിന്നും അവർക്ക് സംരക്ഷണമായി ഭഗവാന്റെ അനുഗ്രഹം പ്രാപ്തമാക്കുന്നു.